Hi my dear students, good morning. Welcome to the next video on your fourth module, Corporate Social Responsibility. In the last video, I gave you an introduction about CSR. We also learnt about the history, definition, features and need and importance of CSR. So in today's video, we are going to discuss about some specific responsibilities of business under CSR. That is, in the last video, I taught you that since business is existing in the society and using the resources of the society, business has some specific responsibilities towards its various stakeholders. There are so many stakeholders for a business. So in today's video, first we are going to discuss about what are some specific responsibilities that business has to fulfill towards some of the important stakeholders, some of its important stakeholders. അതായത് ലാസ്റ്റ് ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു ബിസിനസ് സൊസൈറ്റിയിൽ നിലനിൽക്കുകയും സൊസൈറ്റിയുടെ റിസോഴ്സുകൾ ഉപയോഗിച്ചുകൊണ്ട് എക്സിസ്റ്റ് ചെയ്യുകയും ചെയ്യുന്ന ഒരു സൊസൈറ്റിയുടെ തന്നെ എലമെൻ്റ് ആയതുകൊണ്ട് ബിസിനസ്സിന് എന്തുണ്ട്, ബിസിനസ്സിന് കുറച്ച് റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. സൊസൈറ്റിയിലെ മറ്റു പല എലമെൻസിനോടും അല്ലെങ്കിൽ ബിസിനസ്സിൻ്റെ തന്നെ പല സ്റ്റേക്ക് ഹോൾഡേഴ്സിനോടും ആർക്ക് ഉത്തരവാദിത്തമുണ്ട്? ബിസിനസ്സിന് ഉത്തരവാദിത്തമുണ്ട്. ആൻഡ് വെൻ വി ടോക്ക് അബൌട്ട് ദ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഓഫ് ദ ബിസിനസ്, ദർ ആർ n number of stakeholders for a business. ബിസിനസ്സിന് ഒത്തിരി സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഉണ്ട്. പക്ഷേ നമ്മളിവിടെ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ദ റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ദ ബിസിനസ് ടുവേർഡ്സ് ഇറ്റ്സ് ഇമ്പോർട്ടൻറ്റ് സ്റ്റേക്ക് ഹോൾഡേഴ്സ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റേക്ക് ഹോൾഡേഴ്സിനോട് ബിസിനസ്സിന് അല്ലെങ്കിൽ ഒരു കോർപ്പറേറ്റിന് എന്തൊക്കെ റെസ്പോൺസിബിലിറ്റീസ് ആണ് ഉള്ളത്, അതാണ് നമ്മളിപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത്. So let's directly move on to the topic, that is specific social responsibilities of a business or a corporate. The first stakeholder of a business is business itself. അതായത് ഒരു ബിസിനസ്സിൻ്റെ ആദ്യത്തെ സ്റ്റേക്ക് ഹോൾഡർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബിസിനസ് തന്നെയാണ്. In the last video I taught you that the business of business is doing business. ഒരു ബിസിനസ്സിൻ്റെ ബിസിനസ് എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണ്? നല്ല രീതിയിൽ ബിസിനസ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഒരു ബിസിനസ്സിനോട് തന്നെയുള്ള അല്ലെങ്കിൽ ഒരു കോർപ്പറേറ്റിനോട് തന്നെയുള്ള ഒരു ഒബ്ജക്റ്റീവ് റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ട് വാട്ട് ഈസ് ദ ഒബ്ജക്റ്റീവ് ഓഫ് എ ബിസിനസ്? ഒരു ബിസിനസ്സിൻ്റെ ഒബ്ജക്റ്റീവ് എന്തായിരിക്കും? ടു മാക്സിമൈസ് ഇറ്റ്സ് പ്രോഫിറ്റ്, ടു ഏൺ പ്രോഫിറ്റ്, അല്ലേ? അതായത് ഏതൊരു ബിസിനസ്സിനും എത്രയൊക്കെ ഒബ്ജക്റ്റീവ് ഉണ്ടെങ്കിലും ദ പ്രൈമറി ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഒബ്ജക്റ്റീവ് ഓഫ് എ ബിസിനസ് ഇസ് നത്തിങ് ബട്ട് ഏർണിംഗ് പ്രോഫിറ്റ് ഓർ മാക്സിമൈസിങ് ഇറ്റ്സ് പ്രോഫിറ്റ്. പ്രോഫിറ്റ് എങ്ങനെയും മാക്സിമൈസ് ചെയ്യുക, അതാണ് ഏതൊരു ബിസിനസ്സിൻ്റെയും ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ബിക്കോസ് പ്രോഫിറ്റ് ഇസ് വെരി എസെൻഷ്യൽ ഫോർ ദി സർവൈവൽ ആൻഡ് ഗ്രോത്ത് ഓഫ് എ ബിസിനസ്. ഒരു ബിസിനസ്സിൻ്റെ ഗ്രോത്തിനും സർവൈവലിനും എന്ത് കൂടിയേ തീരൂ? പ്രോഫിറ്റ് കൂടിയേ തീരൂ. സോ ഇഫ് ദ ബിസിനസ് ഫെയിൽസ് ടു ഏൺ ദ പ്രോഫിറ്റ്, എന്ത് സംഭവിക്കും? അതിന് ലോസ് ഉണ്ടാവും. ആ ലോസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അൾട്ടിമേറ്റ്ലി ദാറ്റ് വിൽ റിസൾട്ട്സ് ഇൻ ദ എൻഡ് ഓഫ് ദ ബിസിനസ്. ബിസിനസ്സിൻ്റെ എൻഡിലേക്ക് അത് നയിക്കും, അല്ലേ? നമ്മൾ കണ്ടിട്ടുണ്ട് പല ബിസിനസ്സുകളും ലോസിലേക്ക് പോയിട്ട് ആ ബിസിനസ് തന്നെ പൂട്ടിപ്പോകുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അങ്ങനെ ഒരു ബിസിനസ് അവസാനിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ആ ബിസിനസ്സിനെ മാത്രമല്ല എഫക്റ്റ് ചെയ്യുക, ബിസിനസ്സിൻ്റെ എല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സിനെയും അത് എഫക്റ്റ് ചെയ്യും. ഒന്ന് നോക്കിയേ, എംപ്ലോയീസ് ജോലി ഇല്ലാണ്ടാവും. അതുപോലെ പബ്ലിക്കിനാണെങ്കിൽ ഇത്രയും നാൾ ഗുഡ്സും സർവീസും സപ്ലൈ ചെയ്തിരുന്ന ഒരു ബിസിനസ് ഇല്ലാണ്ടായി മാറും. രാജ്യത്തിൻ്റെ തന്നെ ഇക്കണോമിക് ഡെവലപ്മെൻറ്റിനും ഗ്രോത്തിനും ആ ബിസിനസ് കോൺട്രിബ്യൂട്ട് ചെയ്തത് ഇല്ലാതെയാവും ആ ബിസിനസ് പൂട്ടിപ്പോയിട്ടുണ്ടെങ്കിൽ. സോ ഇക്കണോമിക് ഗ്രോത്തിനെയും ഡെവലപ്മെൻറ്റിനെയും അത് അഡ്വേഴ്സ് ആയിട്ട് എഫക്റ്റ് ചെയ്യും. ഇങ്ങനെ ഒരുപാട് നെഗറ്റീവ് എഫക്റ്റ് ഉണ്ടാവും എന്തുണ്ടായിട്ടുണ്ടെങ്കിൽ ഒരു ബിസിനസ് പ്രോഫിറ്റ് ഏൺ ചെയ്യുന്നത് നിർത്തുകയും ലോസ് ഇൻകർ ചെയ്യുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ കുറേ നെഗറ്റീവ് എഫക്ട്സ് ഉണ്ടാവും. ഓക്കെ, സോ ദ പ്രൈമറി റെസ്പോൺസിബിലിറ്റി ഓഫ് എ ബിസിനസ് ഇസ് ടു ഇറ്റ്സെൽഫ്. അതിനോട് തന്നെയാണ് ഒരു ബിസിനസ്സിന് അതിനോട് തന്നെയാണ് ആദ്യമായിട്ടുള്ള ഒരു റെസ്പോൺസിബിലിറ്റി, പ്രൈമറി റെസ്പോൺസിബിലിറ്റി ഉള്ളത്. അതായത് ബിസിനസ്സിന് അപ്പോൾ പ്രൈമറി റെസ്പോൺസിബിലിറ്റി എന്തിനോട് തന്നെയാണ്? പ്രോഫിറ്റ് ഉണ്ടാക്കണം, മാക്സിമം പ്രോഫിറ്റ് ഉണ്ടാക്കണം. ബിക്കോസ് പ്രോഫിറ്റ് ഉണ്ടാക്കിയാൽ മാത്രമേ ബിസിനസ് എന്ത് ചെയ്യുള്ളൂ? ബിസിനസ് വളരുള്ളൂ. ബിസിനസ് വളർന്നാലാണ് ആൾക്കാർക്ക് ജോലി കിട്ടുള്ളൂ, പബ്ലിക്കിന് ഗുഡ്സ് ആൻഡ് സർവീസസ്, നല്ല ഗുഡ്സ് ആൻഡ് സർവീസസ് കിട്ടുള്ളൂ. അതുവഴി രാജ്യത്തിൻ്റെ ഗ്രോത്ത് ആൻഡ് ഇക്കണോമിക് ഡെവലപ്മെൻറ്റിന് അത് ഹെൽപ്ഫുൾ ആവുള്ളൂ.
സോ ഈ കാരണങ്ങൾ കൊണ്ട് തന്നെ ബിസിനസ്സിന് എന്തുണ്ട്, ഇറ്റ് ഹാസ് എ റെസ്പോൺസിബിലിറ്റി ടുവേർഡ്സ് ദ ബിസിനസ് ഇറ്റ്സെൽഫ് ഇൻ ഓർഡർ ടു മാക്സിമൈസ് ഇറ്റ്സ് പ്രോഫിറ്റ്. പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യാനായിട്ടുള്ള റെസ്പോൺസിബിലിറ്റി ബിസിനസ്സിനോട് തന്നെയുണ്ട്. അപ്പോൾ ഫസ്റ്റ് സ്റ്റേക്ക് ഹോൾഡർ ഓഫ് എ ബിസിനസ് ഇസ് നത്തിങ് എൽസ്, അത് ആര് തന്നെയാണ്, ബിസിനസ് തന്നെയാണ്. ഓക്കെ. ദെൻ സെക്കൻഡ് വൺ ഇസ് റെസ്പോൺസിബിലിറ്റി ടുവേർഡ്സ് ദ ഓണർ. അതായത് ഒരു ബിസിനസ്സിന് അതിൻ്റെ ഓണേഴ്സിനോട് റെസ്പോൺസിബിലിറ്റി ഉണ്ട്. ചിലപ്പോൾ അതൊരു സിംഗിൾ ഓണർ ആയിരിക്കാം, അല്ലെങ്കിൽ ഇപ്പോൾ ഷെയർ ഒക്കെ വിറ്റ് പോയിട്ടുള്ള കമ്പനി, ലിസ്റ്റ് ചെയ്തിട്ടുള്ള ഷെയർ വിറ്റിട്ടുള്ള ഫണ്ട് റേസ് ചെയ്തിട്ടുള്ള കമ്പനി ആണെങ്കിൽ ഷെയർ ഹോൾഡേഴ്സ് ആരാണ്, ഓണേഴ്സാണ്. അപ്പം അങ്ങനെ ബിസിനസ്സിന് ഷെയർ ഹോൾഡേഴ്സിനോട് റെസ്പോൺസിബിലിറ്റി ഉണ്ട്. അതെന്തൊക്കെയാണെന്ന് നോക്കാം. നിങ്ങൾക്ക് അറിയുന്ന കാര്യം തന്നെയാണ്. ഇറ്റ് ഹാസ് ദ റെസ്പോൺസിബിലിറ്റി ടു പേ റീസണബിൾ ഡിവിഡൻഡ് ടു ദ ഷെയർ ഹോൾഡേഴ്സ്. ഷെയർ ഹോൾഡേഴ്സിന് കൃത്യമായിട്ട് ഡിവിഡൻഡ് കൊടുക്കാൻ, അതുപോലെ തന്നെ ഓണേഴ്സ് ഇൻവെസ്റ്റ് ചെയ്ത ഫണ്ട് സേഫ് ആൻഡ് സെക്യൂർ ആയിട്ട് കീപ്പ് ചെയ്യാനായിട്ടുള്ള ഉത്തരവാദിത്തം ഉണ്ട്. അതുപോലെ തന്നെ ബിസിനസ്സിന് എന്തുണ്ട്, ബിസിനസ്സിൻ്റെ പ്രോഫിറ്റബിലിറ്റിയും ഫങ്ഷനിങ്ങും സംബന്ധിച്ച് ട്രൂ ആൻഡ് ഹോണസ്റ്റ് അക്കൗണ്ട് കൊടുക്കാനായിട്ട്, അതായത് ബാലൻസ് ഷീറ്റും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടൊക്കെ ഓണേഴ്സിന് കൊടുക്കുമ്പോൾ അതൊക്കെ കൃത്യമായിരിക്കണം. അതായത് അതിൽ കള്ളത്തരങ്ങളൊന്നും ഇല്ലാതെ കൃത്യമായിട്ടൊരു ബിസിനസ്സിൻ്റെ പ്രോഫിറ്റബിലിറ്റിയും ഫങ്ഷനിങ്ങും ഒക്കെ കാണിക്കുന്ന രീതിയിലുള്ള പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റും ഒക്കെ കൊടുക്കുക എന്നൊരു ഉത്തരവാദിത്തം ഓണേഴ്സിനോടുണ്ട്. അതുപോലെ തന്നെ ഗ്രോത്ത് ആൻഡ് സർവൈവൽ, കമ്പനീനെ വളർത്താനും അതിനെ സർവൈവ് ചെയ്ത് നിർത്താനുള്ള ഒരു ഉത്തരവാദിത്തം ഓണേഴ്സിനോടുണ്ട്. ദെൻ അൺഹെൽത്തി ആയിട്ടുള്ള സ്പെക്കുലേഷൻസ്, അതായത് നമ്മൾ ഈ ഭയങ്കരമായിട്ട് ഷെയറൊക്കെ സ്പെക്കുലേറ്റ് ചെയ്യാനൊക്കെ നോക്കുമ്പോൾ ശരിക്കും അത് ഇൻവെസ്റ്റേഴ്സിൻ്റെ ഇൻട്രസ്റ്റിനെതിരാണ്, അതായത് ഇൻവെസ്റ്റേഴ്സിൻ്റെ താല്പര്യത്തിനെതിരാണ്. കാരണം റിസ്ക് ആണത്. ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്ത ഇൻവെസ്റ്റേഴ്സിന് ആ ഫണ്ട് റിസ്ക് ആണ്. ഓക്കെ, ആ ഫണ്ടിൽ റിസ്ക് എടുക്കുകയാണ്. അപ്പം അങ്ങനെ അൺഹെൽത്തി ആയിട്ടുള്ള കോമ്പറ്റീഷനോ സ്പെക്കുലേഷനിലോ ഒന്നും ചെന്ന് ചാടാതിരിക്കാനായിട്ടുള്ള ഒരു ഉത്തരവാദിത്തം ഓണേഴ്സിനോടുണ്ട്. അതുപോലെ തന്നെ ഒരു രീതിയിലും ആരെ മിസ്ലീഡ് ചെയ്യാൻ പാടില്ല, നമ്മുടെ ഇൻവെസ്റ്റേഴ്സിനെ മിസ്ലീഡ് ചെയ്യാൻ പാടില്ല. അല്ലെങ്കിൽ ഇന്ന സ്ഥലത്ത് ഇങ്ങനെ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്താൽ നല്ലതായിരിക്കും എന്നൊക്കെ റോങ് ആയിട്ടുള്ളൊരു പിക്ചറും ഓണേഴ്സിന് കൊടുക്കാൻ പാടില്ല. സോ ദീസ് ഓൾ ആർ സം ഓഫ് ദ റെസ്പോൺസിബിലിറ്റീസ് ദാറ്റ് എ ബിസിനസ് ഹാസ് ടുവേർഡ്സ് ഇറ്റ്സ് ഓണേഴ്സ്. അതിൻ്റെ ഓണേഴ്സിനോട്, ഒരു ബിസിനസ്സിൻ്റെ ഓണേഴ്സിനോടുള്ള റെസ്പോൺസിബിലിറ്റി ഇതൊക്കെയാണ്. ദെൻ റെസ്പോൺസിബിലിറ്റി ടുവേർഡ്സ് എംപ്ലോയീസ്. എംപ്ലോയീസ് ആർ അനദർ ഇമ്പോർട്ടൻറ്റ് സ്റ്റേക്ക് ഹോൾഡർ ഓഫ് എ ബിസിനസ്. ഒരു ബിസിനസ്സിൻ്റെ വേറൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റേക്ക് ഹോൾഡർ ആണ് ആര്, എംപ്ലോയീസ്, അവിടെ ജോലി ചെയ്യുന്ന ആൾക്കാർ. അവരോട് ബിസിനസ്സിന് എന്ത് റെസ്പോൺസിബിലിറ്റിയാണ് ഉള്ളതെന്ന് നോക്കാം. ഒന്ന്, ഡെഫിനറ്റ്ലി എന്ത് തന്നെയാണ്, കറക്റ്റ് സമയത്ത് വേജസ് കൊടുക്കുക. ഈ മാസത്തെ സാലറി 2 മാസം കഴിഞ്ഞിട്ട് കിട്ടിയാൽ ശരിയാവില്ല, കൃത്യമായിട്ട് സാലറി കൊടുക്കുക. അതുപോലെ തന്നെ പ്രോപ്പറായിട്ടൊരു വർക്ക് എൻവയോൺമെൻറ്റ് കൊടുക്കുക, അതായത് അവർക്ക് സമാധാനത്തോടു കൂടെ വർക്ക് ചെയ്യാനായിട്ടുള്ള ഒരു നല്ല വർക്ക് എൻവയോൺമെൻറ്റ് പ്രൊവൈഡ് ചെയ്യാം. അതുപോലെ തന്നെ എന്തെങ്കിലും ഇൻഡസ്ട്രിയൽ സേഫ്റ്റി ഡിവൈസസ്, ഫോർ എക്സാമ്പിൾ ഒരു ഡേഞ്ചറസ് ആയിട്ടുള്ള എൻവയോൺമെൻറ്റിൽ വർക്ക് ചെയ്യുന്ന ഒരു ബിസിനസ് ആണെന്ന് വിചാരിക്കുക. അപ്പോൾ അവിടെ എംപ്ലോയീസിന് വേണ്ട എല്ലാ സേഫ്റ്റി ഡിവൈസസും ഉണ്ട് എന്ന് ഉറപ്പുവരുത്തുക. അതുപോലെ തന്നെ ജോബ് സെക്യൂരിറ്റി, അതായത് ഇന്ന് പെട്ടെന്ന് ജോലിക്ക് ഒരു ഉറപ്പില്ല, സ്ഥിരതയില്ല, അങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടാവാൻ പാടില്ല. എംപ്ലോയീസിന് ജോബ് സെക്യൂരിറ്റി ഉറപ്പുവരുത്തുക. അതുപോലെ തന്നെ അവരുടെ പ്രൊമോഷൻ, അവരുടെ കരിയർ ഡെവലപ്മെൻറ്റിനും ഗ്രോത്തിനുള്ള ഓപ്പർച്യൂണിറ്റീസ് പ്രൊവൈഡ് ചെയ്യുക. അതുപോലെ തന്നെ വർക്കേഴ്സിൻ്റെ പാർട്ടിസിപ്പേഷനും, അതായത് ഓർഗനൈസേഷൻ തീരുമാനങ്ങൾ എടുക്കുമ്പോഴും അതുപോലെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ പുതിയതായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോഴും വർക്കേഴ്സിനോടും കൂടെ ചോദിച്ചിട്ട് അല്ലെങ്കിൽ അവരുടെയും കൂടെ അഭിപ്രായം ആരാഞ്ഞുകൊണ്ട് തീരുമാനങ്ങൾ എടുക്കാം. അതാണ് നമ്മൾ വർക്കേഴ്സ് പാർട്ടിസിപ്പേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ മാക്സിമം വർക്കേഴ്സിൻ്റെ പാർട്ടിസിപ്പേഷൻ എൻഷുർ ചെയ്യുക. അതുപോലെ എംപ്ലോയീസിന് വേണ്ട ഫ്രീ മെഡിക്കൽ അസിസ്റ്റൻസ്, ലീവ് വിത്ത് പേ, പിന്നെ എൻ്റർടൈൻമെൻറ്റ് ആൻഡ് റെക്രിയേഷണൽ ഫെസിലിറ്റീസ്, അവർക്കൊന്ന് റിലാക്സ് ചെയ്യാനായിട്ടുള്ള ഫെസിലിറ്റി കൊടുക്കുക. പിന്നെ അവർക്ക് ഹൗസ് റെൻ്റ് അലവൻസ് കാര്യങ്ങളൊക്കെ കൊടുക്കുക. ഇതും ഒരു ബിസിനസ്സിന് അവരുടെ എംപ്ലോയീസിനോടുള്ള ഉത്തരവാദിത്തമാണ്. അതുപോലെ തന്നെ കമ്പനി കൂടുതൽ പ്രോഫിറ്റ് ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ഷെയർ നമ്മുടെ എംപ്ലോയീസിനും കൂടെ കൊടുക്കുക, അവരൊന്ന് ഹാപ്പി ആക്കി നിർത്താൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ എംപ്ലോയീസിന് എന്തെങ്കിലും പേഴ്സണൽ പ്രോബ്ലം വന്നിട്ടുണ്ടെങ്കിൽ അത് കമ്പനിയുടെ പ്രോബ്ലം തന്നെയായിട്ട് കണ്ട് അത് സോൾവ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുക. സോ ദീസ് ഓൾ ആർ ദ റെസ്പോൺസിബിലിറ്റീസ് ദാറ്റ് എ ബിസിനസ് ഓർഗനൈസേഷൻ ഹാസ് ടുവേർഡ്സ് ഇറ്റ്സ് എംപ്ലോയീസ്. എംപ്ലോയീസിനോട് ഉള്ള റെസ്പോൺസിബിലിറ്റി ഇതൊക്കെയാണ്. നെക്സ്റ്റ്, റെസ്പോൺസിബിലിറ്റി ടുവേർഡ്സ് കൺസ്യൂമേഴ്സ്. നിങ്ങൾക്ക് അറിയുന്ന പോലെ ഒരു ഓണറും അല്ലെങ്കിൽ എംപ്ലോയീസും പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റേക്ക് ഹോൾഡർ ആണ് ആര്, കൺസ്യൂമർ എന്ന് പറഞ്ഞാലും. സോ കൺസ്യൂമറിനോടുള്ള റെസ്പോൺസിബിലിറ്റീസ് ഇതൊക്കെയാണ്. ഒന്ന്,
ക്വാളിറ്റി ആയിട്ടുള്ള ഗുഡ്സ് ആൻഡ് സർവീസസ് ഫെയർ പ്രൈസിന് കൊടുക്കുക. അതായത് നല്ല ക്വാളിറ്റിയുള്ള അത് ഗുഡ്സോ സർവീസസോ ആയാലും ന്യായമായ വിലയ്ക്ക് കൊടുക്കുക. അത് കൺസ്യൂമേഴ്സിനോടുള്ള ഒരു കോർപ്പറേറ്റിൻ്റെ അല്ലെങ്കിൽ ഒരു ബിസിനസ്സിൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ്. അതുപോലെ തന്നെ കമ്പനി ഒരു രീതിയിലും അൺഫെയർ ട്രേഡ് പ്രാക്ടീസസിൽ ഇടപെടാതിരിക്കുക, അല്ലെങ്കിൽ അൺഫെയർ ട്രേഡ് പ്രാക്ടീസസിൽ പെടാതിരിക്കുക, അല്ലെങ്കിൽ അത് ചെയ്യാതിരിക്കുക. ഫോർ എക്സാമ്പിൾ ബ്ലാക്ക് മാർക്കറ്റിംഗ്, ഹോർഡിങ്, അപ്പോൾ ഇങ്ങനെ എന്താ പറയുക, പൂഴ്ത്തി വെക്കുക, അല്ലെങ്കിൽ വില കൂട്ടി കൊടുക്കുക, പിന്നെ വെയിറ്റ് കുറച്ച് കൊടുക്കുക, അങ്ങനെ കുറേ എന്താ പറയുക ഒരു ക്വാളിറ്റി ഇല്ലാത്ത പ്രോഡക്ട്സ് കൊടുക്കുക, ഇങ്ങനെ കുറേ അഡൾട്രേഷൻ, മായം ചേർക്കുക, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കമ്പനി ചെയ്തിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഈസ് കംപ്ലീറ്റ്ലി അഗൈൻസ്റ്റ് ദ ഇൻട്രസ്റ്റ് ഓഫ് കൺസ്യൂമേഴ്സ്. സോ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ഒരു ഓർഗനൈസേഷൻ, ഒരു ബിസിനസ് ഓർഗനൈസേഷൻ ചെയ്യാതിരിക്കുക എന്നുള്ളത് അവരുടെ കൺസ്യൂമേഴ്സിനോടുള്ള റെസ്പോൺസിബിലിറ്റിയാണ്. അതുപോലെ തന്നെ നല്ല ആഫ്റ്റർ സെയിൽ സർവീസ് കൊടുക്കുക, അതുപോലെ മിസ്ലീഡിംഗ് ആയിട്ടോ അല്ലെങ്കിൽ വൾഗർ ആയിട്ടോ ഉള്ള അഡ്വർടൈസ്മെൻറ്റ്സ് കൊടുക്കാതിരിക്കുക. അതുപോലെ കൺസ്യൂമേഴ്സിന് എന്തെങ്കിലും ഗ്രീവൻസസ്, അതായത് കംപ്ലയിൻസ് ഉണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് ഒരു എക്സ്ക്യൂസും കാണിക്കാതെ കൃത്യമായിട്ട് അത് സോൾവ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ സെയിൽസ്മാനോട് നമ്മുടെ കൺസ്യൂമേഴ്സിനെ വഴിതെറ്റിക്കുന്ന രീതിയിലോ പ്രഷറൈസ് ചെയ്യുന്ന രീതിയിലോ ഒന്നും ആക്ട് ചെയ്യരുത് എന്ന് പറയുക. ഇതൊക്കെ കൺസ്യൂമേഴ്സിനോട് ഒരു ബിസിനസ്സിനുള്ള റെസ്പോൺസിബിലിറ്റിയാണ്. നെക്സ്റ്റ് വൺ, റെസ്പോൺസിബിലിറ്റി ടുവേർഡ്സ് സപ്ലയേഴ്സ് ആൻഡ് ഫെല്ലോ ബിസിനസ്മാൻ. അതായത് അവർക്ക് സപ്ലൈ ചെയ്യുന്ന ആൾക്കാരും അതുപോലെ അവരുടെ കൂടെ ബിസിനസ് ചെയ്യുന്ന ആൾക്കാരോടും കുറച്ച് റെസ്പോൺസിബിലിറ്റി ഉണ്ട്. അതിലൊന്നാണ് സെറ്റിൽ അക്കൗണ്ട്സ് ഇൻ റീസണബിൾ ടൈം. സപ്ലയേഴ്സിൻ്റെ അടുത്ത് നിന്ന് സാധനങ്ങൾ മേടിച്ചാൽ കൃത്യസമയത്ത് കാശ് സെറ്റിൽ ചെയ്യുക. അതുപോലെ കോൺട്രാക്റ്റിൽ എന്തെങ്കിലും ടേംസ് ആൻഡ് കണ്ടീഷൻസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കറക്റ്റായിട്ട് ഫോളോ ചെയ്യുക. അതുപോലെ തന്നെ കൂടെയുള്ള ചെറിയ ബിസിനസ്മാൻമാരെ എക്സ്പ്ലോയിറ്റ് ചെയ്യാതിരിക്കുക. അപ്പോൾ ചെറുകിട ആൾക്കാർ ഇവരെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്നുണ്ടാവും, അവരൊരിക്കലും ചൂഷണം ചെയ്യാതിരിക്കുക. ഇതൊക്കെ കോമൺ ആയിട്ട് സപ്ലയേഴ്സിനോടും ഫെല്ലോ ബിസിനസ്മാനോടും ഒരു ബിസിനസ് കാണിക്കേണ്ട റെസ്പോൺസിബിലിറ്റിയാണ്. ആൻഡ് റെസ്പോൺസിബിലിറ്റി ടുവേർഡ്സ് ദ സ്റ്റേറ്റ്, ഗവൺമെൻറ്റിനോടുള്ള റെസ്പോൺസിബിലിറ്റി ഒരു ബിസിനസ്സിന്. ഒന്ന്, കൃത്യസമയത്ത് ടാക്സ് അടയ്ക്കുക, ടാക്സ് വെട്ടിക്കാതിരിക്കുക, ടാക്സ് അടയ്ക്കാൻ വൈകാതിരിക്കുക, അതൊക്കെ ചെയ്യാം. പിന്നെ അതുപോലെ ഗവൺമെൻറ് എന്തെങ്കിലും ഇക്കണോമിക്, സോഷ്യൽ അല്ലെങ്കിൽ വെൽഫെയർ പോളിസീസോ മെഷേഴ്സോ ഒക്കെ എടുക്കുമ്പോൾ അതിനായിട്ട് കോപ്പറേറ്റ് ചെയ്യാം. ഇപ്പോൾ പലപ്പോഴും ഗവൺമെൻറ് നിങ്ങൾ കണ്ടിട്ടുണ്ട്, പല കമ്പനീസിൻ്റെ അസോസിയേഷനിലാണ് പല കാര്യങ്ങളും ഗവൺമെൻറ് ഇംപ്ലിമെൻറ്റ് ചെയ്യുക. അപ്പോൾ അങ്ങനെ ഗവൺമെൻറ് ഒരു ഹെൽപ്പ് ചോദിക്കുമ്പോൾ അതുമായിട്ട് കോപ്പറേറ്റ് ചെയ്യുക. അതുപോലെ തന്നെ പല ഡിപ്പാർട്ട്മെൻറ്റ്സും പല ഇൻഫോർമേഷൻസും ചോദിക്കുമ്പോൾ അത് കൃത്യമായിട്ട് സപ്ലൈ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഈ ആൾക്കാരുടെ ഇൻട്രസ്റ്റിനെതിരായിട്ടുള്ള കാര്യങ്ങൾ, അതായത് ബ്രൈബ്, കൈക്കൂലി മേടിക്കുക അല്ലെങ്കിൽ കൈക്കൂലി കൊടുക്കുക ഗവൺമെൻറ് സെർവൻസിന്, അപ്പോൾ ഇങ്ങനത്തെ ആക്ടിവിറ്റീസിലൊന്നും ഇൻവോൾവ് ആവാതിരിക്കുക. ഇതൊക്കെ ഒരു ബിസിനസ്സിന് സ്റ്റേറ്റിനോട് അല്ലെങ്കിൽ ഗവൺമെൻറ്റിനോടുള്ള റെസ്പോൺസിബിലിറ്റിയാണ്. ദെൻ റെസ്പോൺസിബിലിറ്റി ടുവേർഡ്സ് സൊസൈറ്റി. സൊസൈറ്റിയോട് ആകെ തുകയായിട്ട് ഒരു ബിസിനസ്സിനുള്ള റെസ്പോൺസിബിലിറ്റി. ഒന്ന്, നല്ല രീതിയിൽ നമുക്കറിയാമല്ലേ, വാട്ട് എവർ റിസോഴ്സ് അവൈലബിൾ ഇൻ ദ സൊസൈറ്റി ഈസ് സ്കേഴ്സ്. എന്ത് റിസോഴ്സ് നമ്മുടെ സൊസൈറ്റിയിൽ ഉണ്ടെങ്കിലും അത് വളരെയധികം നമ്മൾ പിടിച്ചുപയോഗിക്കേണ്ട റിസോഴ്സുകളാണ്. കാരണം നമുക്ക് അധികമില്ല, എല്ലാം സ്കേഴ്സാണ്, അല്ലെങ്കിൽ നമുക്ക് ഷോർട്ടേജ് ഉള്ള റിസോഴ്സുകളാണ്. അപ്പോൾ ഒരു ബിസിനസ് തോന്നിയ പോലെ വേസ്റ്റാക്കി ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സൊസൈറ്റിക്ക് തന്നെയാണ് നഷ്ടം വരുന്നത്. അപ്പോൾ ഏതൊരു കമ്പനിയുടെയും ഒരു മേജർ ആയിട്ടുള്ള റെസ്പോൺസിബിലിറ്റിയാണ് എന്ത്, നന്നായിട്ട്, അതായത് ഒരു രീതിയിലും വേസ്റ്റേജ് ഇല്ലാതെ എക്കണോമൈസ് ചെയ്ത് ആ റിസോഴ്സുകൾ യൂസ് ചെയ്യുക. അതായത് വേസ്റ്റേജ് ഇല്ലാതെ ആ റിസോഴ്സുകൾ യൂസ് ചെയ്യുക. അതുപോലെ തന്നെ മാക്സിമം എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കുക സൊസൈറ്റിയിലെ ആൾക്കാർക്ക്. അതുപോലെ തന്നെ എൻവയോൺമെൻറ്റ് പൊല്യൂഷൻ മാക്സിമം കുറയ്ക്കുക. അതുപോലെ തന്നെ അർബൺ ഏരിയയുടെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവരുടെ സ്റ്റാഫിന് ഹൗസിംഗ് ഫെസിലിറ്റി കൊടുക്കുക, ബാക്കി കാര്യങ്ങൾ. അതുപോലെ തന്നെ മെയിൻ ഗോള് പ്രോഫിറ്റ് മേക്കിംഗ് ആണെങ്കിലും റൂറൽ ഡെവലപ്മെൻറ്റിനൊക്കെ ഒന്ന് ഹെൽപ്പ് ചെയ്യുക. അതുപോലെ തന്നെ പബ്ലിക്കിന് വേണ്ട റീക്രിയേഷണൽ എൻ്റർടൈൻമെൻറ്റ് ഫെസിലിറ്റീസ് കൊടുക്കുക. അപ്പോൾ നമ്മളൊക്കെ കണ്ടിട്ടില്ലേ, അപ്പോൾ നമ്മുടെ ഇവിടെ ഇരിഞ്ഞാലക്കുട തന്നെയുള്ള മുനിസിപ്പൽ പാർക്കിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ അവിടെ ബെഞ്ചുകളൊക്കെ ഉണ്ടാവില്ല ആൾക്കാർക്ക് ഇരിക്കാനായിട്ട്, റിലാക്സ് ചെയ്യാനായിട്ടൊക്കെ. ഒരു എക്സാമ്പിൾ പറയണതാണ്, അതൊക്കെ അതിൻ്റെ പിന്നിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ടാവും, ഇന്ന കമ്പനി ഡൊണേറ്റ് ചെയ്തതെന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പബ്ലിക്കിന് കൊടുക്കുക. അതുപോലെ തന്നെ ഈ മാർജിനലൈസ്ഡ് ആയിട്ടുള്ള ആൾക്കാർ, അതായത് സൊസൈറ്റിയിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ട ആൾക്കാർ, അവരുടെ അപ്ലിഫ്റ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് ഇന്നോവേറ്റീവ് ആയിട്ടുള്ള സ്കീംസ് കൊണ്ടുവരിക. ഇതൊക്കെ സൊസൈറ്റിയോട് ഒരു ബിസിനസ്സിനുള്ള റെസ്പോൺസിബിലിറ്റീസ് ആണ്.
സോ നമ്മൾ ഇത്രയും നേരം പറഞ്ഞ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ലാസ്റ്റ് ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു ബിസിനസ്സിന് മൊത്തത്തിലുള്ള ഓരോ സ്റ്റേക്ക് ഹോൾഡേഴ്സിനോടും റെസ്പോൺസിബിലിറ്റി ഉണ്ട്. ആ റെസ്പോൺസിബിലിറ്റിയുടെ ഓൾ ടുഗദർ അല്ലെങ്കിൽ അതിൻ്റെ ടോട്ടലിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യം തന്നെ ബിസിനസ്സിനോട് തന്നെ ഉത്തരവാദിത്തം ഉണ്ട്, അതുപോലെ ഓണേഴ്സിനോട് കുറച്ച് റെസ്പോൺസിബിലിറ്റി ഉണ്ട്, എംപ്ലോയീസിനോടുണ്ട്, കൺസ്യൂമേഴ്സിനോടുണ്ട്, ദെൻ സപ്ലയേഴ്സ് ആൻഡ് ഫെല്ലോ മെന്നോടുണ്ട്, ആൻഡ് സ്റ്റേറ്റിനോടുണ്ട്, ആൻഡ് സൊസൈറ്റിയോട് മൊത്തത്തിലുണ്ട്. So these all are the specific responsibilities that a business has towards its various stakeholders. I hope you all are clear about the specific responsibilities of a business. Next we move on to the reason for growing concerns of social responsibility. അതായത് പണ്ട് കാലത്തൊന്നും അല്ലെങ്കിൽ കുറച്ചു കാലം മുന്നു വരെയൊന്നും ഈ കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഇത്ര വലിയ സംഭവമായിട്ട് നമ്മുടെ ഓർഗനൈസേഷൻസ് കണ്ടിരുന്നില്ല. പക്ഷെ ഇപ്പോൾ കുറച്ചു കാലമായിട്ട് ഓർഗനൈസേഷൻ സ്റ്റാർട്ടഡ് ടു ഫോക്കസ് മോർ ഓൺ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി. അവരുടെ സോഷ്യൽ റെസ്പോൺസിബിലിറ്റിനെ കുറിച്ച് അവരിപ്പോൾ കൂടുതൽ ചിന്തിക്കാൻ തുടങ്ങി. അതിൻ്റെ കാരണം എന്താണ്? എന്തുകൊണ്ടാണ്? വൈ ബിസിനസ്സസ് ആർ ഗിവിങ് മോർ ഇമ്പോർട്ടൻസ് ഓർ ഫോക്കസ് ടു സോഷ്യൽ റെസ്പോൺസിബിലിറ്റി നൗവേഡേയ്സ്? അതിൻ്റെ റീസൺ ആണ് നമ്മൾ കാണാൻ പോകുന്നത്. അതിൽ ഫസ്റ്റ് തിങ് ബിസിനസ്സിൻ്റെ തന്നെ മോറൽ കോൺഷ്യസ്നെസ്, അല്ലെങ്കിൽ അവർ കുറച്ചും കൂടി മോറലി കോൺഷ്യസ് ആയി തുടങ്ങി. ബിസിനസ് കൂടുതൽ സൊസൈറ്റീനെ കുറിച്ച് പണ്ടെന്ന് പറഞ്ഞാൽ ബിസിനസ്സിന് ഓൺലി മോട്ടീവ് ഇസ് ടു മാക്സിമൈസ് ഇറ്റ്സ് പ്രോഫിറ്റ് ആൻഡ് ഇറ്റ്സ് ഓൺ വെൽബീയിങ്, അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ബട്ട് നൗവേഡേയ്സ് ബിസിനസ് ബിക്കം മോർ കോൺഷ്യസ് മോറലി, അല്ലെങ്കിൽ അവർക്ക് കുറച്ചും കൂടെ മൊറാലിറ്റി കൂടി, കുറച്ചും കൂടെ സൊസൈറ്റീനെ ഹെൽപ്പ് ചെയ്യണം, സൊസൈറ്റിയുടെ അപ്ലിഫ്റ്റ്മെൻറ്റിന് വേണ്ടി പ്രവർത്തിക്കണം. അതൊക്കെ ബിസിനസ്സിൻ്റെ ഒരു മേജർ പ്രിൻസിപ്പിൾസിൻ്റെ ഭാഗമായിട്ട് മാറി. അപ്പോൾ അവരുടെ മോറൽ കോൺഷ്യസ്നെസ് കൂടിയത് കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയുടെ ഒരു കൺസേൺ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് കൂടുതൽ അതിനു വേണ്ടി ഫണ്ട് അവർ സ്പെൻഡ് ചെയ്യാനായിട്ടുള്ള കാരണമായി. പിന്നൊന്ന് കൺസ്യൂമർ അവയർനെസ്, അതായത് പണ്ടത്തെ പോലെയല്ല, കൺസ്യൂമേഴ്സ് ആർ ഇൻ ദ മോഡേൺ വേൾഡ്, കൺസ്യൂമേഴ്സ് ആർ മോർ എഡ്യൂക്കേറ്റഡ്, they are civilized and they are more aware about their rights. ഇപ്പം നിങ്ങൾക്ക് തന്നെ അറിയാമല്ലേ, പണ്ടൊരു ഹോട്ടലിൽ നിന്ന് ഒരു ഫുഡ് മേടിച്ചിട്ട് ഇഫ് യു ഗോ ടു എ ഹോട്ടൽ ആൻഡ് നിങ്ങളുടെ ഒരു ഡിന്നറൊക്കെ കഴിച്ചു എന്ന് വിചാരിക്കാം. കഴിച്ചിട്ട് ഇഫ് ദ ഫുഡ് ഈസ് നോട്ട് അപ് ടു യുവർ എക്സ്പെക്ടേഷൻ, നിങ്ങളൊന്നും പറയില്ല, കാശ് കൊടുത്തിട്ട് ഇങ്ങ് വരും. കൂടിപ്പോയാൽ അവിടെ കൗണ്ടറിൽ ഇരിക്കുന്ന ആളോട് പറയും ദ ഫുഡ് വാസ് നോട്ട് നൈസ്, ദ ഫുഡ് വാസ് നോട്ട് അപ് ടു അവർ എക്സ്പെക്ടേഷൻ, അങ്ങനെ അങ്ങ് പറഞ്ഞ് നിങ്ങൾ പോരും. പക്ഷേ ഇന്നത്തെ കേസിൽ അങ്ങനെയാണോ? ഇന്ന് നിങ്ങളൊരു സ്ഥലത്ത് പോയിട്ട് ദ ഫുഡ് വാസ് വെരി ബാഡ്, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ പോയിട്ട് നന്നായിട്ട് അങ്ങ് ആ റെസ്റ്റോറൻറ്റിനെ നിങ്ങൾ എന്തൊക്കെ അവർക്കൊരു ബാഡ് ഫെയിം കൊടുക്കാൻ പറ്റുമോ അതൊക്കെ നമ്മൾ ചെയ്യും അല്ലേ? അപ്പോൾ ഇപ്പോൾ നമുക്കുള്ള പ്ലാറ്റ്ഫോം വളരെ വാസ്റ്റാണ്, നമ്മൾ ഭയങ്കര എഡ്യൂക്കേറ്റഡ് ആണ്, നമുക്കറിയാം നമ്മുടെ റൈറ്റ്സ് എന്താണെന്നൊക്കെ. അപ്പോൾ കസ്റ്റമേഴ്സ് ഒരുപാട് എഡ്യൂക്കേറ്റഡും അവരുടെ റൈറ്റ്സിനെ കുറിച്ച് വളരെയധികം ബോധവാന്മാരും ആയിട്ടുള്ളൊരു സിറ്റുവേഷനിൽ ബിസിനസ്സിന് സോഷ്യലി റെസ്പോൺസിബിൾ ആകാതെ വേറെ വഴിയില്ല. ബിക്കോസ് അവർ സോഷ്യലി റെസ്പോൺസിബിൾ ആയിട്ട് ആക്ട് ചെയ്തില്ലെങ്കിൽ കസ്റ്റമേഴ്സ് ഓർ കൺസ്യൂമേഴ്സ് മേ ഗോ അഗെയിൻസ്റ്റ് ദ ബിസിനസ്സിനെതിരായിട്ട് കസ്റ്റമേഴ്സ് മൂവ് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് കൺസ്യൂമറിൻ്റെ അവയർനെസ് കൂടിയതും എന്തിന് കാരണമായിട്ടുണ്ട്? ഈ സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയുടെ വളർച്ചയ്ക്ക്, അല്ലെങ്കിൽ സോഷ്യൽ റെസ്പോൺസിബിലിറ്റീനെ കുറിച്ച് കൂടുതൽ ബിസിനസ് ഓർഗനൈസേഷൻസ് ചിന്തിക്കാനായിട്ട് കാരണമായിട്ടുണ്ട്. ദെൻ എമർജൻസ് ഓഫ് സ്ട്രോങ് ആൻഡ് മിലിറ്റൻറ്റ് ലേബർ യൂണിയൻസ്. ഇപ്പോൾ ലേബർ യൂണിയൻസ് ഒക്കെ ഭയങ്കര സ്ട്രോങ് ആണ്. അപ്പോൾ എംപ്ലോയീസിനെതിരെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ലേബർ യൂണിയൻസ് വിൽ ആക്ട്. ലേബർ യൂണിയൻസ് ആക്ട് ചെയ്യും. അവരെന്ത് ചെയ്യും? അവർ ബിസിനസ്സിനെതിരായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യും. അപ്പം ലേബേഴ്സിന് അൺഹെൽത്തി ആയിട്ടോ അൺഹൈജീനിക് ആയിട്ടോ നിങ്ങൾക്കറിയാമല്ലേ, ടോയ്ലറ്റ് ഫെസിലിറ്റി ഇല്ല, അല്ലെങ്കിൽ ഇരിക്കാൻ സ്ഥലം കൊടുക്കുന്നില്ല, അങ്ങനെയൊക്കെ വന്നപ്പോൾ ലേബർ യൂണിയൻസ് ഇടപെട്ട് ആ കമ്പനീസിനെതിരെ ഭയങ്കര പ്രക്ഷോഭങ്ങൾ ഉണ്ടാക്കി. നമ്മൾ കണ്ടിട്ടുള്ള നേഴ്സുമാർക്ക് കുറേ ഹോസ്പിറ്റൽസിൽ സാലറി ഇല്ല പറഞ്ഞിട്ട് കുറേ നാൾ അവർ സമരം ചെയ്തു, ലേബർ യൂണിയൻസ്. അങ്ങനെ കുറേ ഇഷ്യൂസ് ഉണ്ടാവും. അങ്ങനെ ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ദാറ്റ് വിൽ നെഗറ്റീവ്ലി എഫക്ട് ദ ബിസിനസ്സിൻ്റെ പ്രോഫിറ്റിനെയൊക്കെ അത് ബാധിക്കും. ബിസിനസ്സിൻ്റെ ഷെയർസ് ഭയങ്കരമായിട്ട് കുറയും. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ബിസിനസ്സിന് തന്നെ അത് ദോഷമാവും. അപ്പോൾ ബിസിനസ് എന്ത് ചെയ്തു? ദേ സ്റ്റാർട്ടഡ് ബിക്കമിങ് മോർ വിജിലൻറ്റ് ടുവേർഡ്സ് ദ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി. അതുപോലെ തന്നെ ഗ്രോയിങ് സോഷ്യൽ കൺസേൺസ് ഫ്രോം ദ പാർട്ട് ഓഫ് ഗവൺമെൻറ്റും ഇപ്പോൾ കൂടുതലായിട്ട് പബ്ലിക് വെൽഫെയറിനെ കുറിച്ചൊക്കെ ചിന്തിച്ചു തുടങ്ങി. അപ്പോൾ ഗവൺമെൻറ് പബ്ലിക് വെൽഫെയറിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ പബ്ലിക്കിൻ്റെ വെൽഫെയറിനെതിരായിട്ട് പ്രവർത്തിക്കുന്ന ബിസിനസ്സുകളെ ഗവൺമെൻറ് പിടിക്കാൻ തുടങ്ങും. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ അവരുടെ ബിസിനസ്സിനെ അത് ബാധിക്കും.
അപ്പം അതുകൊണ്ടും ബിസിനസ് എന്ത് ചെയ്ത് തുടങ്ങി, സോഷ്യലി റെസ്പോൺസിബിൾ ആവാൻ തുടങ്ങി. ദെൻ ഇപ്പം ബിസിനസ് കുറച്ചും കൂടെ പ്രൊഫഷണലി മാനേജ്ഡ് ആണ്. അതായത് ബിസിനസ് സെക്ടർ ഇന്ന് കുറച്ചും കൂടെ പ്രൊഫഷണൽസ് ആണ് മാനേജ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ പ്രൊഫഷണൽസ് മാനേജ് ചെയ്യുമ്പോൾ പ്രൊഫഷണൽസ് കുറച്ചും കൂടെ ഇൻറ്റഗ്രിറ്റി, ഓണസ്റ്റി, റെസ്പോൺസിബിൾ ആയിട്ടൊക്കെ പെരുമാറി തുടങ്ങും. അപ്പോൾ അങ്ങനെ ഒരു പ്രൊഫഷണലിസം വന്നതും ഈ പറഞ്ഞ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി കുറച്ചും കൂടെ ഒന്ന് ഊർജ്ജസ്വലമാവാനായിട്ട് കാരണമായി. ദെൻ പബ്ലിക്കിന് ഒരുപാട് എക്സ്പെക്റ്റേഷൻ വന്നു തുടങ്ങി ബിസിനസ് കമ്മ്യൂണിറ്റിയുടെ. അതായത് പബ്ലിക്കിന് മനസ്സിലായി ഈ ബിസിനസ്സിൻ്റെ ഇൻപുട്ട് എന്ന് പറയുന്നത് നമ്മുടെ സൊസൈറ്റി കൊടുക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ നമ്മുടെ സൊസൈറ്റിയിൽ നിന്ന് ഇൻപുട്ട് എടുക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവരുടെ അടുത്ത് ഡിമാൻഡ് ചെയ്യാൻ പറ്റും. നമുക്ക് റീസണബിൾ ആയിട്ടുള്ള പ്രൈസിൽ ഗുഡ്സ് ആൻഡ് സർവീസസ് തരണം, എംപ്ലോയീസ് ആണെങ്കിൽ നല്ല വേജസ് തരണം. ഇതൊക്കെ അവർ എക്സ്പെക്ട് ചെയ്യാൻ തുടങ്ങി. ഇപ്പം നമ്മുടെ അടുത്ത് നിന്ന് ഒരാൾ കൂടുതൽ എക്സ്പെക്ട് ചെയ്യുമ്പോൾ നമ്മൾ അവർക്ക് കൊടുത്തേ പറ്റുള്ളൂ അല്ലേ. അതേപോലെ തന്നെയാണ് കമ്മ്യൂണിറ്റി സ്റ്റാർട്ടഡ് ടു എക്സ്പെക്ട് മോർ ഫ്രം ദ പബ്ലിക്. സോ അവർക്ക് സോഷ്യലി റെസ്പോൺസിബിൾ ആവാതെ വേറെ വഴിയില്ല. ഈ കാരണങ്ങൾ കൊണ്ടൊക്കെ തന്നെ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആവാൻ തുടങ്ങി. അല്ലെങ്കിൽ ബിസിനസ് കൂടുതൽ ഫോക്കസ് ചെയ്യാൻ തുടങ്ങി സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്ന ഒരു കോൺസെപ്റ്റിൽ. ഓക്കെ, സോ ഇൻ ടുഡേസ് വീഡിയോ വി ലേൺ ടു സബ് ടോപ്പിക്സ് ഓഫ് CSR, ദാറ്റ് ഈസ് specific social responsibility of business towards various stakeholders and the reason for growing concern towards social responsibility. So I hope you all are clear about these two subtopics. In the coming video we'll learn more about CSR. Thank you.